നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ബോക്സ് പാറ്റീസ്. ഒരു ഇഫ്താർ സ്നാക്കാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് സമൂസ പേസ്ട്രി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. സമൂസ പേസ്ട്രി നമ്മൾ വാങ്ങിക്കുമ്പോഴും പലപ്പോഴും റമദാൻ എല്ലാവരും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ചില പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും കാണാം ആ സമൂസ പേസ്ട്രി കീറിയിരിക്കുന്നത്, അല്ലെങ്കിൽ പല ക്രാക്സും പൊട്ടലും കീറലും. അപ്പോൾ സാധാരണ രീതിയിലൊരു സമൂസ ഉണ്ടാക്കാം, അത് പറ്റൂല. പക്ഷെ ഇതുപോലെ ചിക്കൻ ബോക്സ് പാറ്റീസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ സമൂസ പേസ്ട്രി വേസ്റ്റ് ആവാണ്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, നല്ല പെർഫെക്റ്റ് റിസൾട്ട്സും കിട്ടും. അപ്പോൾ അതിന് വേണ്ടി 300 grams ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. അത് കുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള അത്രയും വെള്ളം, അതിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതൊക്കെ ചേർത്ത് നമ്മൾ ഒന്ന് കുക്ക് ചെയ്ത് വേവിച്ചെടുക്കാൻ പോകുന്ന പാകത്തിന് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്യാൻ അറിയാലോ, ഒരുപാട് നേരം എടുക്കില്ല. കൂടുതൽ നേരം കുക്ക് ചെയ്യാൻ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും, ടഫാവും, ഡ്രൈ ആവും. 10 മിനിറ്റിൽ ഇത് കുക്കാവും. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കത്തി അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇൻസേർട്ട് ആവണം പെട്ടെന്ന്. അപ്പോൾ നമുക്കറിയാം ഇത് കുക്കായിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡ് ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ആ പിങ്ക് കളർ മുഴുവൻ മാറി വൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് കുക്കാണ്. ഇനി ഈ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഷ്രെഡ് ചെയ്ത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി വെക്കാം. അതുപോലെ ഈ സ്റ്റോക്ക് നമുക്ക് 1 കപ്പോളം ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ബോട്ടിലിട്ട് അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2.25 വലിയ ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല തിക്ക് സോസാണ് നമുക്ക് ആവശ്യമുള്ളത്, അതുകൊണ്ട് ഇത്രയും മൈദ ആവശ്യം വരും. ഇത് ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ മൈദയുടെ റോ ഫ്ലേവറും സ്മെല്ലും ഒക്കെ പോയി കിട്ടണം. നന്നായിട്ട് കുക്കായി കിട്ടണം. പക്ഷേ ഇത് ഡാർക്ക് ബ്രൗൺ ആയിട്ട് കളർ മാറരുത്, ഒരു ഗോൾഡൻ കളറായി വരാൻ പാടുള്ളൂ. നന്നായിട്ട് കുക്ക് ചെയ്യണം. ഈ ബട്ടറും മൈദയും ഒന്ന് നന്നായി കുക്കായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന്. പാലൊരു 1.5 മുതൽ 2 കപ്പ് വരെ നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം ഒരു 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പതുക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. മൈദ നന്നായിട്ട് ആ കട്ടകളൊക്കെ ഉടഞ്ഞ് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്കും ചേർക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഞാൻ 1/2 കപ്പ് പാലിപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 കപ്പ് പാലും 1 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ്. ഇത് നന്നായിട്ട് തിക്കാവണം. തിക്കൊരു സോസായി കിട്ടണം. ഒരുപാട് ലൂസായിട്ടാണെങ്കിൽ നമുക്ക് ഫില്ലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ തിക്നെസ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണും കൂടി മൈദ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം തോന്നി. ഇതൊന്ന് നന്നായിട്ട് തിക്കാവണ വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി. ആവശ്യത്തിന് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തവി ഒന്ന് ഇതുപോലെ കോട്ടഡ് ആയിട്ട് വരും. ഒരുപാട് തിക്കുമല്ല എന്നാ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജാതിക്കപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ജാതിക്കപ്പൊടി ഇതുപോലത്തെ ഈ വൈറ്റ് സോസിന് വളരെ നല്ലതാണ്. വളരെ കുറവാണ്, 1/4 ടീസ്പൂൺ ഉള്ളൂ. 1/2 ടീസ്പൂൺ മുളകും ചേർത്തും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം കൂടി പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സൈഡിൽ നിന്നൊക്കെ ഒന്നും മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണത്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സവാള ഇതുപോലെ ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായി കൊത്തിയരിഞ്ഞത്, ഇതൊന്ന് വഴറ്റിയെടുക്കണം.
നന്നായി ഒന്ന് വഴറ്റി സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കണം. ഗ്രീൻ ക്യാപ്സിക്കം 1/2 കപ്പ് ഇതുപോലെ ഡൈസ് ചെയ്തത്. അതൊന്ന് കുറച്ച് നേരം ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച് ഷ്രെഡഡ് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഇൻഗ്രീഡിയൻസ് ക്യാപ്സിക്കം, സവാള, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ചെറുതായിട്ടൊന്ന് നമ്മുടെ കുക്ക് ചിക്കനിലേക്ക് പിടിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു മണം കിട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വൈറ്റ് സോസ് നേരത്തെ പ്രിപ്പയർ ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റ് സോസിൻ്റെ പാത്രം ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് എക്സ്ട്രാ പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വേണം അത്. ഇതൊന്നും കൂടി സ്റ്റർ ചെയ്ത് തിക്കൻ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരുപാട് പാല് കൂടുതൽ നിൽക്കരുത്. അത്യാവശ്യം ഒരു തിക്നെസ് വേണം ഫില്ലിങ്ങിന് വേണ്ടി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഡ്രൈഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഉണക്കമുളക് ചതച്ചത്. പിന്നെ ഇവിടെ ഈ വൈറ്റ് സോസും ചിക്കന് ഫ്ലേവറിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റാലിയൻ സീസണിംഗ് ആണ്. 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്. ഇത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ ഒറേഗനോ യൂസ് ചെയ്യാം ഇതിന് പകരം. 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർക്കാം, കുറച്ച് അവസാനം പിന്നെയും ചേർക്കാം. ഇതിൻ്റെ ഫ്ലേവറിങ് ആ ക്യാപ്സിക്കം, ആ ഇറ്റാലിയൻ സീസണിങ്, കുറച്ച് ആ ചില്ലി ഫ്ലേക്സ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്ലേവറിങ്സ് ആണ്. ഒരു വൈറ്റ് സോസ് വൈറ്റ് സോസ് പാസ്ത ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ വൈറ്റ് സോസിൽ ചിക്കൻ കുക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഏറ്റവും അവസാനം നമുക്ക് റെഡിയായ തിക്നെസ് ശരിയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് ചീസ് ചേർക്കാം. ഞാൻ മോസറേല ചീസാണ് ചേർക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ചീസ് ഒന്ന് മെൽറ്റ് ആവണ വരെയും ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ തിക്കനായി ബബ്ലി ആവും നമ്മൾ ചീസ് ചേർത്ത് കാരണം. അപ്പോൾ ഏറ്റവും അവസാനം കുറച്ചും കൂടി സീസണിങ് ചേർക്കാം. ഇറ്റാലിയൻ സീസണിങ് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. സമൂസ പേസ്ട്രി ഫ്രീസറിൽ നിന്നെടുത്ത് ഡീഫ്രോസ്റ്റ് ആവാൻ വെച്ചിരുന്നു ഞാൻ. ഇപ്പോൾ പീൽ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ സമൂസ പേസ്ട്രി നിറച്ചും വെട്ടും കീറലും പൊട്ടലും ഒക്കെയാണ്. പക്ഷെ കുഴപ്പമില്ല, ഈ ബോക്സ് പാറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കീറിയ പേസ്ട്രി ആയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഒരു എക്സ് ഷേപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. സെൻറ്ററിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് അത്രയും മതിയാവും. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും അടിയിൽ കിടക്കുന്ന സമൂസ പേസ്ട്രി ലീഫ് ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം മറ്റേ ലീഫിൽ നിന്ന് ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കാം. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ മടക്കി ഒരു ബോക്സ് ഷേപ്പിൽ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മടക്കുന്നത് ഉള്ളിലേക്ക് മടക്കുന്നത് ആ കൂടുതൽ കീറിയ സൈഡ്സ് ആയാൽ ഇത് ഹിഡൻ ആയി പോവും. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ ആ കീറിയ സമൂസ പേസ്ട്രി ഒന്നും കാണുന്നില്ല. മൈദയും വെള്ളവും വെച്ചിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എഡ്ജസ് ഒക്കെ ഒന്ന് സീൽ ചെയ്യണം. ഓരോ ലെയർ മടക്കുമ്പോഴും വേണമെങ്കിൽ ഒരുപാട് കീറിയിട്ടുണ്ടെങ്കിൽ ആ പേസ്റ്റ് കുറച്ചൊന്ന് തടവി കൊടുക്കാം ഇതുപോലെ. നല്ലൊരു പില്ലോ പോലെ ഒരു ബോക്സ് ഷേപ്പ്.
അങ്ങനെയല്ല, ചിക്കൻ ബോക്സ് പാറ്റീസ് റെഡിയായി. ഒരു 13 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസ പേസ്ട്രി ഷീറ്റിൻ്റെ പാക്കറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതപ്പിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. ഈ പാറ്റീസ് നമ്മൾ പതുക്കണമെന്ന് ഇതിൽ എഗ് വാഷിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ടോസ്റ്റഡ് ബ്രെഡ് ക്രംസ് ആണ്. മുമ്പ് ഒരു റെസിപ്പിക്ക് യൂസ് ചെയ്ത ബ്രെഡിൻ്റെ ക്രസ്റ്റ് ഒക്കെ വെട്ടി ഞാൻ സേവ് ചെയ്തിരുന്നു. അത് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് ഈ ബ്രെഡ് ക്രംസ്. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഉള്ള ഓയിൽ ചെറിയ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഓൾറെഡി കുക്ക്ഡാണ്, ഒക്കെ റെഡിയാണ്. നമുക്ക് ഈ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ കളറൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടി നോക്കി നിന്നാൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ സെൻറ്റർ വരെ കളർ വരുത്താൻ നോക്കണം. തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ 2 സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കളർ ആയി കിട്ടിയാൽ വേഗം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കിച്ചൺ പേപ്പർ ടവൽ ലൈൻ ചെയ്തൊരു പേപ്പറിൽ ഇട്ട് കൊടുക്കാം, കൂടുതലുള്ള എണ്ണ വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ചൂടുള്ളപ്പോൾ തന്നെ സെർവ് ചെയ്യാം. ഇത് നമുക്കിതുപോലെ റെഡിയാക്കി ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് സമയമാകുമ്പോഴേ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഫ്രോസൺ ആയിട്ടുള്ള പാറ്റീസാണ് ഫ്രൈ ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. പക്ഷേ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഈ ക്രസ്റ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിങ് ഇപ്പോഴും തണുത്തിരിക്കും. പിന്നെ 2-3 എണ്ണം ഫ്രൈ ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് എണ്ണയിൽ ഇങ്ങനെ ഒരുപാടുണ്ടാവും. അതൊന്ന് കോരി മാറ്റിയിട്ട് വേണം അടുത്തത് ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ അടുത്ത് ഉണ്ടാക്കുന്ന പാറ്റീസ് ബ്ലാക്ക് കളറായിട്ട് മാറിപ്പോവും. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോക്സ് പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് സോസ് ചിക്കൻ ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. വളരെ ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാവും. അതുപോലെ സോസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. ഇഫ്താറിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് and bye from Shana.